AK-47 റൈഫിൽ എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല. ലോകത്തെ ഏറ്റവും മാരകമായ കൈത്തോക്കിന്റെ പേരാണത്. AK-47 അസാൾട്ട് റൈഫിൽ. യന്ത്രത്തോക്കുകളിൽ കിരീടം വയ്ക്കാത്ത രാജാവാണ് AK-47. MG3 മെഷീൻ ഗൺ, FNF 2000 അസോൾട്ട് റൈഫിൽ തുടങ്ങി പുറത്തൊരു മുറിവ് പോലും അവശേഷിപ്പിക്കാതെ ആളെ തീർക്കുന്ന തോക്കുകൾ നിലവിലുണ്ട്. എന്നിരുന്നാലും AK-47 എന്ന തോക്ക് ലോകത്ത് സൃഷ്ടിച്ച തരംഗം തീർക്കാൻ പുതിയൊരു തോക്ക് ജനിക്കേണ്ടിയിരിക്കുന്നു. സോവിയറ്റ് യൂണിയന് വേണ്ടി മിഖായിൽ കലാനിഷ്കോവ് വികസിപ്പിച്ചെടുത്ത 7.62 mm അസോൾട്ട് റൈഫിലാണ് AK-47. റഷ്യൻ കരസേനയിലെ ടാങ്ക് കമാൻഡറായിരുന്ന കലാനിഷ്കോവിന് 1941 നാസികൾക്കെതിരെ പടനയിച്ചുകൊണ്ടിരിക്കെ മാരകമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ നാളുകളിൽ അന്നോളം നിർമ്മിച്ചവയിൽ വെച്ച് ഏറ്റവും മികച്ച തോക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന ചിന്ത കലാനിഷ്കോവിനെ വേട്ടയാടി. കലാനിഷ്കോവ് വെറുമൊരു പട്ടാളക്കാരൻ മാത്രമായിരുന്നില്ല. ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ, എഴുത്തുകാരൻ, ആയുധ രൂപകർത്താവ് എന്നീ നിലകളിലെല്ലാം മികവ് തെളിയിച്ച ആളായിരുന്നു. ചെളിയും മഞ്ഞും ഉള്ളിടത്തും ഉപയോഗിക്കാൻ കഴിയുന്നവയായിരിക്കണം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. 2 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ കലാനിഷ്കോവും സംഘവും തങ്ങളുടെ പുതിയ റൈഫിൽ അവതരിപ്പിച്ചു. 30 റൗണ്ട് തിരയുപയോഗിക്കുന്ന ബ്രീച്ച് ബ്ലോക്ക് മെക്കാനിസമുള്ള ഗ്യാസ് പ്രവർത്തക തോക്കായിരുന്നു അത്. ആ തോക്കാണ് പിന്നീട് തോക്കുകളുടെ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ട സാക്ഷാൽ AK-47. ഔട്ടോമാറ്റിക് കലാനിഷ്കോവോ എന്ന റഷ്യൻ പേരിന്റെ ചുരുക്കെഴുത്താണ് AK-47. 2ാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് സൈനികർ ജർമ്മനിയുടെ സ്റ്റോം റൈഫിൽ എന്ന കൊച്ചു യന്ത്രത്തോക്കിന്റെ ശേഷി അറിഞ്ഞിട്ടുണ്ട്. അതിനെ വെല്ലുന്ന ചെറു യന്ത്രത്തോക്കായിരുന്നു അവരുടെയും ലക്ഷ്യം. യുദ്ധാനന്തരം റഷ്യൻ കരസേനയിലെ ടാങ്ക് കമാൻഡറായിരുന്ന മിഖായിൽ കലാനിഷ്കോവ് ഇതിനുള്ള ശ്രമം ആരംഭിച്ചു. പ്രഹരശേഷിയേറിയ ഒരു പെർഫെക്റ്റ് സബ് മെഷീൻ ഗൺ സ്വപ്നം കണ്ട അത് ഡിസൈൻ ചെയ്യാൻ വർഷങ്ങൾ നീണ്ട ക്ലിഷ്ടമായ ഗവേഷണത്തിലേർപ്പെട്ട കലാനിഷ്കോവ് ഒടുവിൽ AK-47 റൈഫിൽ കണ്ടുപിടിക്കുകയായിരുന്നു. 1947 യുദ്ധം കഴിഞ്ഞതേ അത് നിർമ്മിച്ചു. അങ്ങനെയാണ് റൈഫിലിന് AK-47 എന്ന് പേര് വീഴുന്നത്. 1949 സോവിയറ്റ് ആഡംസ് ഫോഴ്സസ് AK-47 ഔദ്യോഗികമായി അംഗീകരിച്ചു. കുറഞ്ഞ ഭാരം, ലളിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രചണ്ഡമായ പ്രഹരശേഷി, കുട്ടികൾക്ക് പോലും അനായാസം കൈകാര്യം ചെയ്യാവുന്നത്, ഇതൊക്കെയാണ് AK-47ന്റെ വൈശിഷ്ട്യങ്ങൾ. കലാനിഷ്കോവ് ഡിസൈൻ ചെയ്ത തോക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ലൂസായ ഘടനയും ഇളകിക്കിടക്കുന്ന പാർട്ടികളുമാണ്. അദ്ദേഹം തന്നെ പറയുന്നത് ഇതിന്റെ ഭാഗങ്ങളെല്ലാം വായുവിൽ നിൽക്കുന്നത് പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ്. തോക്കിന്റെ പ്രവർത്തനം വിശദീകരിക്കുന്നതിനിടെ തോക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് അതിലേക്ക് മണ്ണ് വാരിയിടും കക്ഷി. എന്നാലും AK-47 ജാമായില്ല. വേഗത്തിൽ നിർമ്മിക്കാനും അസംബിൾ ചെയ്യാനും കഴിയുമെന്നതും ഒരു പ്രത്യേകതയാണ്. തോക്ക് ഡിസൈൻ രംഗത്തെ IKEA എന്നാണ് കലാനിഷ്കോവിന്റെ തോക്കുകൾ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൈനിക പരിശീലനം ലഭിക്കാത്ത ആളുകൾക്ക് പോലും വെറും 1 മിനിറ്റ് കൊണ്ടൊക്കെ ഈ തോക്ക് അസംബിൾ ചെയ്യാൻ കഴിയും. പരിശീലനം ലഭിച്ച അമേരിക്കക്കാർ 80 സെക്കൻഡും റഷ്യക്കാർ വെറും 30 സെക്കൻഡുമാണ് തോക്ക് അസംബിൾ ചെയ്യാൻ എടുക്കുന്നത്. ഇതിനേക്കാൾ മെച്ചപ്പെട്ടതോ ഇതിനു തുല്യമോ ആയ മറ്റൊരു തോക്ക് കണ്ടെത്താൻ അമേരിക്കയും യൂറോപ്പും ഏഷ്യൻ രാജ്യങ്ങളും ഏറെ ഗവേഷണം ചെയ്തെങ്കിലും വിജയിക്കാനായില്ല. പാരമ്പര്യ ആയുധങ്ങളുടെ ചോരക്കളങ്ങളിൽ ഇന്നും AK-47 തന്നെയാണ് ആധിപത്യം. ലൈസൻസോ അന്താരാഷ്ട്ര നിയന്ത്രണമോ ഇല്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് AK-47 ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വ്യവസ്ഥാപിത സൈന്യങ്ങൾക്ക് പുറമെ വിഘടനവാദികൾ, സ്വാതന്ത്ര്യ പോരാളികൾ, മാവോവാദികൾ, നക്സലുകൾ, സായുധ വിപ്ലവകാരികൾ, ഭീകര സംഘങ്ങൾ തുടങ്ങിയവർക്കൊക്കെ ഏറെ പ്രിയങ്കരമായ ആയുധമാണിത്. ഇന്ന് ഏതർത്ഥത്തിൽ നോക്കിയാലും ലോകത്തിലെ ഏറ്റവും വിജയകരമായ റൈഫിൽ എന്ന പേര് AK-47 സ്വന്തം. പ്രഹരശേഷി കൂടിയ തോക്കുകൾ കാലത്തിനനുസരിച്ച് മാറി വന്നെങ്കിലും 7 ദശാബ്ദത്തിനപ്പുറവും AK-47 തലയുയർത്തി തന്നെ നിൽക്കുന്നു. ജീവിതത്തിന്റെ അവസാന കാലത്ത് കലാനിഷ്കോവ് സ്വന്തം കണ്ടുപിടുത്തത്തെ ചൊല്ലി വല്ലാതെ ദുഃഖിച്ചിരുന്നതായും കുറ്റബോധത്താൽ വേട്ടയാടപ്പെട്ടിരുന്നതായും വെളിപ്പെടുത്തുന്നു. താൻ കണ്ടുപിടിച്ച തോക്കുപയോഗിച്ച് ലോകത്തെങ്ങും ലക്ഷക്കണക്കിന് ആളുകൾ കൊന്നെടുക്കപ്പെടുന്നതിന് തനിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം കരുതി. ആർക്കും അനായാസം ഉപയോഗിക്കാവുന്ന തോക്ക് നിർമ്മിച്ചതിനെ പറ്റി മിഖായിൽ ഒരിക്കൽ പറഞ്ഞത്,
ഈ തോക്കുകൊണ്ട് ക്രിമിനലുകൾ വെടിയുതിർക്കുന്നത് കാണുമ്പോൾ വേദനയുണ്ടെന്നും ഇതിനേക്കാൾ പുൽത്തകിട് വെട്ടാനുള്ള മോവറുണ്ടാക്കിയാൽ മതിയായിരുന്നുവെന്നുമാണ്. ഈ വിശ്വസ്തനായ തോക്കിനെ ലോകത്തിന് സമ്മാനിച്ച കലാനിഷ്കോവ് 2013 ഡിസംബറിൽ 94 വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. കാലത്തിനും സാങ്കേതിക വിദ്യയ്ക്കും കവച്ചു വെക്കാൻ സാധിക്കാത്ത ഒരു അപൂർവ സൃഷ്ടി ലോകത്തിന് നൽകിക്കൊണ്ട്.